ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറയ്ക്കുന്ന നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക അച്ഛന്ന് രാഗിണി പറയുന്ന സമയത്ത് അച്ഛമ്മ വന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവളോട് ചോദിക്കുകയാണ്, ആരാടി നീ ഈ നായ്ക്കളിനെ വിളിച്ചത്? എൻ്റെ അരവിന്ദൻ്റെ ഭാര്യനെയും മക്കളെ. എടി, നിൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്കൂ, നിൻ്റെ അച്ഛനെ എൻ്റെ വീട്ടുമുറ്റത്ത് എത്ര തവണ വന്നിരുന്നിട്ടുണ്ടെന്ന് ദയയ്ക്ക് വേണ്ടിയിട്ട്. അത് നിൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്കടി എന്ന് പറയണേ. നായ്ക്കളും ഞാനല്ലടി, ഞാനും എൻ്റെ കുടുംബമല്ല, നീയും നിൻ്റെ അച്ഛനുമാണ്. ഞങ്ങളെ ഒരാളെ മുതലും തിന്നിട്ടില്ല. പക്ഷേ നീയും തിന്നിട്ടുണ്ട്, നിൻ്റെ അച്ഛനും തിന്നിട്ടുണ്ട്. എൻ്റെ അരവിന്ദൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് പണത്തിൽ നിന്നാണ് നീയൊക്കെ അപ്പം കഷ്ണം തിന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ കുറേ വഴക്കൊക്കെ പറയാണ് കേട്ടോ. രാഗിണിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണേ. അങ്ങനെ എൻ്റെ അരവിന്ദൻ്റെ പണം താടാന്ന് ഇങ്ങനെ പറയുകയാണേ. ആ സമയത്ത് കാവേരി പറയാണ്, പണം വേണ്ടെങ്കിലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ശാരദ വന്നിട്ട് ചോദിക്കുക, കാവേരി നീ എന്തൊക്കെയാ പറയുന്നത്? പണം വേണ്ടാന്നോ? അതെ മേഡം, പണം വേണ്ട, എനിക്ക് ഇയാൾ ജയിലിൽ പോയാൽ മതി. എൻ്റെ അച്ഛനെ കൊന്നതിന് ഇയാൾ കണക്ക് പറയണം എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശാരദ പറഞ്ഞ് മനസ്സിലായി, നീ എന്തൊക്കെയാ പറയുന്നത്? അതെങ്ങനെ ശരിയാവും? അപ്പോൾ നമ്മളെ കാവേരി പറയണേ, എനിക്ക് ആ തോട്ടം മതി, എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ആ തോട്ടം വാങ്ങിച്ചത്. അന്നേരം ഗംഗ വന്നിട്ട് പറയുന്നുണ്ട്, കാവേരി നമുക്കിപ്പോൾ പണമാണ് ആവശ്യം, തോട്ടം കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രാഗിണി വന്നിട്ട് പറയണ്ടി, നിനക്ക് എന്തിൻ്റെ സുഖേടാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, ഇയാൾ ജയിലിൽ കിടന്നാൽ മതി, ഒരു ദിവസം ഇയാൾ ജയിലിൽ കിടക്കണം. അപ്പോൾ എൻ്റെ അച്ഛന് തട്ടിച്ച് പണം മോഷ്ടിച്ചത് മാത്രമല്ലല്ലോ, എൻ്റെ അച്ഛന് ജീവനും കൂടി ഇയാൾ എടുത്തില്ലേ. അപ്പോൾ രാഗിണി പറയണം, അത് സമ്മതിച്ചല്ലോടി ഈ പണം മോഷ്ടിച്ചു എന്നുള്ളത് എന്ന് പറയട്ടോ. അത് പോരാ, എൻ്റെ അച്ഛൻ്റെ ജീവനും കൂടി ഇയാൾ എടുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അയാൾ ഉറക്കനെ പറയാണ്, അതെ ഞാനാണ് നിൻ്റെ അച്ഛനെ കൊന്നത്, ഞാനാണ് നിൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തതെന്ന് ഉറക്കനെ അങ്ങോട്ട് വിളിച്ച് പറയാണ് കേട്ടോ. അതിന് നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിനക്കെന്നെ പകരം കൊല്ലാൻ പറ്റുമോ? എൻ്റെ ജീവൻ എടുക്കാൻ പറ്റുമോ? എന്നാ ഒന്ന് കാണിച്ചു താടി എന്നും പറഞ്ഞങ്ങായിട്ട് ജയപാലൻ അവിടെ കിടന്നുങ്ങാട്ട് അങ്ങോട്ട് ജോഷം കൊള്ളാണേ. കാവേരിനെ മാറ്റി നിർത്തിയിട്ട് ശാരദ പറയാണ്, കാവേരി ഇയാൾ ജയിലിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, അയാൾ പിറ്റേ ദിവസം ഇറങ്ങിപ്പോരും. പക്ഷെ നിങ്ങളുടെ പണം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അയാൾ കേസ് നടത്തി അയാൾ ജയിക്കുള്ളൂ. നമ്മുടെ കയ്യിൽ അത്രമാത്രം തെളിവുകളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. പണം മാത്രം നമുക്കിപ്പോൾ തൽക്കാലം മേടിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാമെന്ന് ശാരദ കാവേരിനെ പറഞ്ഞ് മനസ്സിലാക്കാണ് കേട്ടോ. അവസാനം കാവേരി അതിന് മനസ്സോടെ സമ്മതിക്കുകയാണ്. അങ്ങനെ ശാരദ മേഡം നേരെ പോയിട്ട് ജയപാലിൻ്റെ അടുത്ത് ചെല്ലും കേട്ടോ. ജയപാലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാളോട് പറയും, അവർക്ക് പൈസ മതി എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ വന്നാലോ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നിളമോളാണെന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, മോളെ കാവേരി നമുക്ക് നിളമോളുടെ ഓപ്പറേഷത്തിൻ്റെ കാര്യം കൂടെ നോക്കണ്ടേ എന്നൊക്കെ പറയും. ആ സമയത്ത് ശാരദ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ കാശൊക്കെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്, ഇനി തടി തപ്പാനൊന്നും നോക്കണ്ട, 50 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ജയപാലനൊന്നും ഞെട്ടാണ് കേട്ടോ. 50 ലക്ഷം രൂപ എന്നുള്ള ഇതിൽ പറയാൻ നിൽക്കുകയാണേ. ജയപാലൻ ഇങ്ങനെ ആകെ തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് അങ്ങ് കൊടുത്ത് ഒഴിവാക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും, ഈ വിവാഹവും നടക്കാൻ പോകുന്നില്ല. ഈ വിവാഹം മുടക്കണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമില്ല എന്ന് പറയും. സാറേ ഇവൾക്ക് ഈ വിവാഹം മുടക്കണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ എന്നൊക്കെ പറയും. അതൊക്കെ വെറുതെയാണെന്ന് കാവേരി പറയട്ടെ, എനിക്കൊരാൾ വിവാഹം മുടക്കണമെന്ന് ഒരു ആഗ്രഹമില്ല എന്ന് പറയും. അപ്പോഴേക്കും ജേക്കബ് സാറിനെ വിളിക്കാൻ കേട്ടോ ബാങ്ക് മാനേജർ. എന്നിട്ട് പറയുന്നുണ്ട്, 50 ലക്ഷത്തിൻ്റെ ചെക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇയാളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ എന്ന് നോക്കാൻ പറയാം. അങ്ങനെ ലാപ്ടോപ്പ് എടുത്തിട്ട് അയാളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് മേഡം എന്ന് പറയണേ. അങ്ങനെ ആ ഒരു ചെക്ക് 50 ലക്ഷത്തിൻ്റെ എഴുതിയിട്ട് ജയപാലൻ ശാരദ മേഡത്തിൻ്റെ അടുത്ത് കൊടുക്കും കേട്ടോ. ഇത് കാണുമ്പോൾ നിവിന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ, അവർക്ക് ആ ഒരു പൈസ കിട്ടുന്ന സമയത്ത്. അങ്ങനെ ആ ചെക്ക് എടുത്തുങ്ങായിട്ട് കാവേരിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ജേക്കബ് സാറിൻ്റെ എല്ലാവരും നോക്കി നിൽക്കലെ തന്നെ ആ ഒരു ചെക്ക് കാവേരിയുടെ കയ്യിലെത്താണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവിച്ച വേദനകളൊക്കെ മറന്ന് പുതിയൊരു ജീവിതം ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്ന് പോകും കേട്ടോ. അതിന് ശേഷം ശാരദ വന്നിട്ട് പറയും, ഞാനും എൻ്റെ കുടുംബവും വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ നീ എന്താടാ പറഞ്ഞത്? നിൻ്റെ കയ്യിൽ പണം ഇല്ലാന്നല്ലേ? എൻ്റെ അരവിന്ദേട്ടൻ്റെ ഇത്രയധികം പണം നീ കയ്യിൽ വെച്ചിട്ടല്ലേടാ നീ അന്ന് പറഞ്ഞത് നിൻ്റെ കയ്യിൽ പണം ഇല്ലയെന്ന് എന്നൊക്കെ ചോദിച്ചിങ്ങാട്ട് ശാരദ ഇങ്ങനെ പറയാൻ കേട്ടോ. ശാരദ പറയും, ഒരിക്കലും നീ ഗതി പിടിക്കില്ലടാ, ഒരിക്കലും നീ ഗുണം പിടിക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ കാവേരി അമ്മേ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ആ സമയത്ത് ജയപാലൻ വീണ്ടും വിളിക്കുകയാണ്, കാവേരി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ. അന്നേരം കാവേരി തിരിഞ്ഞു നോക്കുകയാണേ, നീ എവിടെ പോയാലും അതിൻ്റെ പിന്നിൽ കൂടെ ഞാനും ഉണ്ടാവൂടി, ഇതുകൊണ്ടൊന്നും അവസാനിച്ചൊന്നും നീ വിചാരിക്കേണ്ടെന്ന് പറയുമ്പോൾ ജയപാല ശരിയാണ്, ഇതിനി കാവേരിക്കും കുടുംബത്തിൻ്റെ 2ാം സീസൺ തന്നെയാണ്, ഇനി കഥയും കഥാപാത്രങ്ങളൊക്കെ വേറെയാണെന്ന് പറയുകയാണേ.
അവിടേക്ക് എങ്ങനെ നീ വന്നിട്ടുണ്ടെങ്കിൽ കളി പഠിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞയക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ യമുനയാണെന്നുണ്ടെങ്കിൽ നിവിനോടുള്ള ഒരു പ്രണയത്തിൽ നിവിൻ്റെ കല്യാണ ഫോട്ടോ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കാവേരി വന്നിട്ട് പറയും, നീ എന്ത് കാഴ്ച കണ്ടിരിക്കാടിയുടെ കയറി വണ്ടിയിലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ യമുനനെ കൂടി വണ്ടി കയറ്റി അവർ പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ജയപാലൻ. അപ്പോൾ പ്രവീൺ ഇങ്ങനെ പതുക്കനെ വന്നിട്ട് ജയപാലേട്ടാ കല്യാണം നടത്തണ്ടേ എന്ന് ചോദിക്കാണ് കേട്ടോ. കല്യാണം എന്ന് പറയുമ്പോൾ കല്യാണത്തിന് എന്താ കുഴപ്പം, കല്യാണം നടക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഒച്ച എടുക്കാണ് കേട്ടോ. കല്യാണത്തിനോട് ഒരു കുഴപ്പം പറ്റാൻ പോകുന്നില്ല എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ നിവിൻ ആകെ പേടിക്കുകയാണ് കേട്ടോ, ഇനി കല്യാണം അങ്ങനെ നടക്കുമോ എന്നുള്ള ആലോചിച്ചിട്ട്. അതിനുശേഷം നിവിൻ്റെ അടുത്തേക്ക് അയാൾ വരികയാണ്. എന്നിട്ട് നിവിനോട് പറയും, ഡാ കല്യാണപ്പന്തലിൽ ചെന്നിരിക്കടാ എന്ന് പറയും കേട്ടോ. അപ്പോൾ നിവിന് അനങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ. ഡാ നിന്നോടല്ലേടാ പറഞ്ഞത് കല്യാണപ്പന്തലിൽ ചെന്ന് നിൽക്കാൻ, വേഗം ചെന്നിരിക്കുക കല്യാണപ്പന്തലിൽ, ഈ കല്യാണം നടക്കും, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ. ഈ സമയത്ത് നിവിൻ വന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുക, അമ്മ പറയുന്നത് കേട്ടിട്ടല്ല അച്ഛൻ ഈ കല്യാണത്തിന് എന്നെ നിർബന്ധിച്ചത്, ഞാൻ വേറൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്നു വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് ഈ കല്യാണം നടത്തിക്കുന്നത്. ഇനി ആ കല്യാണം നടക്കൂല, അവൾ പോയി, അവളെ കുടുംബം ഈ പുഷ്പവാടി വിട്ട് തന്നെ പോയി, ഇനി എന്തിനാണ് അച്ഛൻ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നിവിൻ കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് അപേക്ഷിക്കുകയാണ് കേട്ടോ. സത്യനും രാജേശ്വരിയും ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജയപാലനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. രാഗിണിയാണെന്നുണ്ടെങ്കിലും ആകെ സങ്കടത്തോടെയും ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. നിവിൻ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, അച്ഛാ ഇനി എന്നെ നിർബന്ധിക്കില്ല അച്ഛാ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സത്യനിങ്ങനെ നിവിനെ നോക്കിയിട്ട് ഇങ്ങനെ എന്തോ പറയാൻ പോകുമ്പോഴത്തേനും ജയപാലൻ വന്നിട്ട്, എടാ നിന്നോടല്ലേടാ പറഞ്ഞത് മര്യാദയ്ക്ക് കല്യാണപ്പന്തലിൽ ചെന്ന് നിൽക്കാനായിട്ട് എന്ന് പറയട്ടോ. അപ്പോൾ നിവിന് അതിനെ അനുസരിക്കാണ്ടാവുമ്പോൾ നിവിനെ പിടിക്കുകയാണ് കേട്ടോ. കയ്യിൽ രണ്ടിൽ പിടിച്ച് വലിച്ചിങ്ങാണ്ട് തള്ളിയിടാണേ. അപ്പോഴേക്കും നിവിന് വേഗം തന്നെ വീഴാണ്. നിവിൻ അങ്ങോട്ട് വീഴാൻ പോകുമ്പോഴേക്കും രാജേശ്വരി ഓടി വന്നിട്ട് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രാജേശ്വരിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും കേട്ടോ. എന്തൊക്കെയാണെങ്കിലും രാജേശ്വരി നിവിനെ തൊട്ട് കളിക്കാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ രാജേശ്വരി പറയും, ജയപാലേട്ടാ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നോക്കിട്ടോ. അല്ല പിന്നെ അവൻ കയറിയിരിക്കാണ്ടല്ലേ എന്ന് പറയും കേട്ടോ. കല്യാണം നടക്കണ്ടേ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ജയപാലേട്ടാന്ന് ചോദിക്കാണ്. എന്തെന്ന് കല്യാണം നടത്താനേ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയട്ടോ. രാജേശ്വരി നീ എന്തൊക്കെയാണ് രാജി പറഞ്ഞത്, കല്യാണത്തിൻ്റെ ദിവസം സമയമായി എന്ന് പറയട്ടോ. ഈ സമയത്താണോ ഇതൊക്കെ എന്ന് പറയട്ടോ. ഈ സമയത്ത് തന്നെയാണ് ഇതൊക്കെ നടന്നത്. സാധാരണ കല്യാണം നടക്കുമ്പോൾ എല്ലാ വീട്ടുകാരും അനുഗ്രഹങ്ങളാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ശാപവാക്കുകളല്ലേ കിട്ടിയത്. അങ്ങനെ ഒരു സമയത്ത് എൻ്റെ മകൻ എങ്ങനെയാണ് നിങ്ങളുടെ മകളെ കഴുത്തിൽ താലിയിട്ടാൽ ഞങ്ങൾക്ക് ഒന്നും കൂടെ ആലോചിക്കേണ്ടതുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ പറയും എന്താലോചിക്കാൻ. അപ്പോൾ പറഞ്ഞ ശാപവാക്കുകൾ വീണ് ഈ സമയത്ത് നിങ്ങളുടെ മകളുടെ കഴുത്തിൽ എൻ്റെ മകൻ താലി കെട്ടൂല, അതും നിങ്ങൾ കാരണം ഭർത്താവില്ലാതായി പോയ താലി അറ്റുപോയൊരു പെണ്ണിൻ്റെ ശാപമാണ്, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ശാപമാണ് നിങ്ങളുടെ തലയിൽ ഏറി നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ സമ്മതിക്കും ഈ കല്യാണത്തിൽ നിന്ന് രാജേശ്വരി ചോദിക്കുകയാണ് കേട്ടോ. അതേ രാജി എന്ന് പറഞ്ഞിട്ട് ജയപാലൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. സ്വത്തില്ല എന്ന് വിചാരിച്ചിട്ടാണോ, എനിക്ക് ഇനിയും സ്വത്തുണ്ട്, 50 ലക്ഷം പോയത് വിചാരിച്ചിട്ടാണ്. അതേ ആ തോട്ടവും ഈ കാണപ്പെട്ട സ്വത്തും നീ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ നിനക്ക് ഞാൻ തരുന്നു നിവിനോട് പറയാണ് കേട്ടോ. അല്ലാതെ സ്വത്തില്ല എന്ന് വിചാരിച്ചിട്ട് നീ എൻ്റെ മോളെ കല്യാണം കഴിക്കാതിരിക്കേണ്ട, എത്ര സ്വത്ത് വേണമെന്നുണ്ടെങ്കിലും ഞാൻ തരാം, ഇനി ഈ പറയുന്നത് തരാമെന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം സത്യന് ദേഷ്യം വന്നിട്ട് സത്യം പറഞ്ഞു, നീ എന്താടാ വിചാരിച്ചത്, ഞാൻ കാണാത്ത സ്വത്താണോ നീ കണ്ടിട്ടുള്ളത്? ഞാൻ ഛത്തീസ്ഗഡിൽ കാണാത്ത സ്വത്തൊന്നും നീ കണ്ടിട്ടില്ല. സ്വത്ത് കാണിച്ച് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അതെ സ്വത്തൊന്നും എനിക്ക് കാണിച്ചു തരണ്ട, ഞങ്ങൾക്ക് നിൻ്റെ ഒരു സ്വത്തും വേണ്ട, ഒരു മുതലും വേണ്ട. എന്തായാലും ഈ കല്യാണത്തിനോട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ലാതായി. എൻ്റെ ബന്ധുക്കളൊക്കെ അസലായിട്ട് മാന്യം മര്യാദയായിട്ടാണ് സമ്പാദിച്ച് ജീവിച്ചിട്ടുള്ളത്. അന്നേരം രാജേശ്വരിയും പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളതേ സ്വയം അധ്വാനിച്ചിട്ടാണ് സമ്പാദിച്ചിട്ടുള്ളത്, അല്ലാതെ ഇതേപോലെ ചതിയും വഞ്ചനയും കാണിച്ചിട്ടില്ല എന്ന് രാജേശ്വരി പറയാണ് കേട്ടോ. തൽക്കാലം ഈ വിവാഹത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് തന്നെ സത്യം പറയാണ് കേട്ടോ. അപ്പോൾ ജയപാലൻ്റെ ഒരു ഭാവം മാറാണ് കേട്ടോ. അപ്പോൾ ജയപാലൻ പറയും, കല്യാണം മുടക്കിങ്ങായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിലേ 2 കാലിൽ നടന്നു പോകൂല നിങ്ങളൊന്നെന്ന് പറഞ്ഞിട്ട് ജയപാലൻ ഭീഷണിപ്പെടുത്താണ്. അന്നേരം സത്യം പറയാനാണ്, അതെ ഛത്തീസ്ഗഡിലുള്ള ഗുണ്ടകളെ അവരൊന്നും പേടിച്ചിട്ടില്ല ഞാൻ, പിന്നെയാണോ നിൻ്റെ ഒരു വാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും പ്രവീൺ വന്നിട്ട് പ്രവീണും പറയുന്നുണ്ട് കേട്ടോ, കല്യാണത്തിൻ്റെ സമയമായില്ലേ സത്യേട്ടാ, പിന്നെ എന്തൊക്കെ ഈ പറയുന്നത്, കല്യാണം നടക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. മാന്യം മര്യാദയ്ക്കാണെന്നുണ്ടെങ്കിൽ കല്യാണം നടന്നേനെ, ഇതിപ്പോൾ അങ്ങനെയാണോ? ഒരു കുടുംബത്തെ മുഴുവൻ ചതിച്ച് നശിപ്പിച്ചിട്ട് ഇനി അതിനെക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ. എന്തായാലും കല്യാണം നടക്കില്ല, ഇറങ്ങി വാടാ നിവിനെ എന്ന് പറഞ്ഞുമ്പോൾ നിവിനെ തടഞ്ഞു നിർത്താണ് കേട്ടോ ജയപാലൻ. 2 കാലിൽ നിങ്ങൾ പോകൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഭീഷണിപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ സത്യം പറയുന്നുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഞങ്ങൾ പോകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്
അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകണ്ട ജയബാല, നിന്റെ കാലം തീർന്നു, നിന്റെ കഥ ഇവിടെ കഴിഞ്ഞു, ഇനി നിനക്ക് നാശവും നഷ്ടവും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് സത്യൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ജയബാല ആകെ തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രാഗിണി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ട്, അച്ഛ എന്തൊക്കെയാണ് കേൾക്കുന്നത്, ഞാൻ എത്ര നേരം ഈ വേഷം കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട്, കല്യാണം നടത്തച്ഛാ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നിവിൻ ഇറങ്ങി പോകാൻ പോകുമ്പോഴേക്കും നിവിൻ്റെ അടുത്ത് വന്നിങ്ങാണ്ട്, എടാ നീ പോകുകയാണോ എന്ന് ചോദിക്കാണ്ട്, നിവിൻ പോകല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ നിവിൻ പോകാൻ പോകുമ്പോൾ നമ്മളെ രാഗിണിനെ പിടിച്ച് തള്ളൂട്ടോ. എടാ നീ എന്നെ വിട്ടു പോകുമോ, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം കാത്തിരുന്നത്, നീ എന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കഴുത്തിനങ്ങോട്ട് കുത്തി പിടിച്ചിങ്ങോട്ട് അലറി അങ്ങോട്ട് അറിയാനും ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങും കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പ്രമോല് കാണിച്ചിട്ടുള്ളത് കല്യാണം മുടങ്ങിയതിൻ്റെ ദേഷ്യത്തിൽ രാഗിണി അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി എറിയാണ്. പിന്നെ കാണിക്കുന്നത് അച്ഛമ്മ പറയാണ്, മോളെ കാവേരി നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ, ആ ജയബാലനെ അടിച്ച് നിലംപരിശാക്കി കളഞ്ഞു നീ എന്ന് പറയട്ടോ. പിന്നെ കാണിക്കുന്നത് പ്രവീണനെ തല്ലാനായിട്ട് കൈ കേട്ടോ ജയബാലൻ. ആ സമയത്ത് രാഗിണി പറയാണ്, അമ്മനെ തൊട്ടു പോകരുത്, അച്ഛൻ ഒരുത്തനാണ്, നിങ്ങൾ ഒരുത്തക്കാരനാണ് എൻ്റെ ജീവിതം നശിച്ചത്, നിങ്ങൾ തന്നെയാണ് എല്ലാത്തിനും കാരണം, ഞാൻ എത്ര കാലം ഇവന് വേണ്ടി കാത്തിരിക്കുന്നു, ആ കല്യാണം മുടങ്ങാൻ കാരണം നിങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രാഗിണി മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. പ്രമോദ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.